പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നെന്താണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്? മതേതരത്വ സമൂഹത്തിന് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകർക്ക് അനുകൂലമായിട്ടാണോ തീരുമാനമുണ്ടായത്? ഒരു 70% പറയാം അവർക്ക് അനുകൂലമായിട്ട് അവരുടെ വാദങ്ങൾ പരിപൂർണതയോടുകൂടി കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല എന്ന ഒരു വസ്തുത നിലനിർത്തി പറയട്ടെ. മതേതരത്വ സമൂഹത്തിന് ആവശ്യമായതൊന്നും ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചിട്ടില്ല. ഒന്നൊഴികെ ഭരണഘടനാ ബെഞ്ചിന് വിടും എന്ന കാര്യമൊഴികെ ബാക്കിയെല്ലാം കേന്ദ്രം പറഞ്ഞതുപോലെയാണ് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ളത്. കേന്ദ്രം 4 ആവശ്യങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചു. അതിൽ ഒന്ന്, അതായത് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഹാജരായ സർക്കാരിൻ്റെ മുതിർന്ന അഭിഭാഷകൻ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു, അസമിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് 2 ആഴ്ചത്തെ സമയം വേണം. അസമിൽ NRC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു വിശദാംശം സുപ്രീം കോടതിക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ആഴ്ചത്തെ സമയം വേണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ചീഫ് ജസ്റ്റിസ് പരിപൂർണമായും അംഗീകരിച്ചു കൊടുത്തു. 2 ആഴ്ചയല്ല, നിങ്ങൾക്ക് 2 മാസത്തെ സമയം തരാം എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം നൽകി എന്ന് വേണം പറയാൻ. ആദ്യത്തെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഉന്നയിച്ച ആവശ്യം ചീഫ് ജസ്റ്റിസ് അത് പരിപൂർണമായും ശരിവെച്ചിരിക്കുന്നു. ഓക്കെ, സമയമെടുത്തോളൂ. രണ്ടാമതായി പറഞ്ഞ വിഷയം, സുപ്രീം കോടതിയിൽ 144 ഹർജികൾ വന്നിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട്. ഈ 144 ഹർജികളിൽ ഞങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത് 60 ഹർജികളിൽ മാത്രമാണ്. ബാക്കി 84 ഹർജികളിൽ നോട്ടീസ് അയച്ചിട്ടില്ല. അതിനാൽ ഞങ്ങൾക്ക് സമയം ആവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായ അറ്റോർണി ജനറൽ പറയുന്നു. ഞങ്ങൾക്ക് സമയം ആവശ്യമാണ് എന്ന്. അപ്പോൾ ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസ് പറയുന്നു, എന്നാൽ പിടിച്ചോ, 4 ആഴ്ചത്തെ സമയമെടുത്തോളൂ. 4 ആഴ്ചക്കകത്ത് നിങ്ങൾ ഒരു വിശദമായ ഒരു മറുപടി സുപ്രീം കോടതിക്ക് നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. രണ്ടാമത്തെ ആവശ്യവും ഇവിടെ സുപ്രീം കോടതി അംഗീകരിച്ചു. മൂന്നാമതായി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് താൽക്കാലിക സ്റ്റേ നൽകരുത്. അതായത് താൽക്കാലികമായി ഇതിനൊരു സ്റ്റേ നൽകരുത്, അത് നൽകാൻ വേണ്ടി പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറയുമ്പോൾ അതും ചീഫ് ജസ്റ്റിസ് അംഗീകരിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നാൽ സ്റ്റേ വേണ്ട. മൂന്നാമത്തെ ആവശ്യവും കേന്ദ്ര സർക്കാരിൻ്റേത് സുപ്രീം കോടതി അംഗീകരിച്ചു. നാലാമതായി കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അതായത് ഹൈക്കോടതിയിൽ ഒരുപാട് ഹർജികൾ വന്നിട്ടുണ്ട്. ആ ഹർജികളൊക്കെ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിലും കേന്ദ്രത്തിന് അനുകൂലമായ തീരുമാനമെടുത്തു. ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കരുത്, അത് ഫ്രീസ് ചെയ്ത് വെക്കുക. അങ്ങനെ നാലാമത്തെ ആവശ്യം, ഹൈക്കോടതിയിൽ ഈ വിഷയം കേൾക്കരുത് എന്ന ആവശ്യത്തെയും അംഗീകരിച്ചു കൊടുത്തു. 4 ചോദ്യങ്ങൾ. 1, അസം വിഷയത്തിൽ സമയം ആവശ്യമാണ്, കൂടുതൽ സമയം നൽകി. 2, 144 ഹർജികളുണ്ട്, അതിൽ ഞങ്ങൾക്ക് ലഭിച്ചത് 60 ഹർജികളുടെ നോട്ടീസ് മാത്രമാണ്. ബാക്കി 84 ഹർജികളുടെ നോട്ടീസ് ലഭിക്കാനുണ്ട്. അതിനാൽ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ 4 ആഴ്ചയുടെ സമയം നൽകുന്നു. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് താൽക്കാലിക സ്റ്റേ നൽകരുത്, അല്ലെങ്കിൽ ഇതിന് സ്റ്റേ നൽകരുത് എന്ന് പറയുന്നു. ഓക്കെ, അതും അംഗീകരിച്ചു കൊടുക്കുന്നു. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഈ കാര്യം കേൾക്കരുത്, അതും സുപ്രീം കോടതി അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ കേന്ദ്ര സർക്കാർ എന്താണോ പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയിൽ, അതൊക്കെ പരിപൂർണതയോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെയാണ് ഞങ്ങൾക്കിന്ന് സുപ്രീം കോടതിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്, പരമോന്നത നീതിപീഠത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ 4 ആഴ്ചയ്ക്ക് ശേഷം ഇതേപോലെ കേന്ദ്രം പറയുന്നത് അംഗീകരിക്കുമോ സുപ്രീം കോടതി? എന്തായാലും ഇന്ന് നടന്നത് കേന്ദ്രം പറയുന്നതൊക്കെ പരിപൂർണതയോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സുപ്രീം കോടതിയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അഭിഭാഷകരുടെ ചില കാര്യങ്ങൾ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതായത് മതേതര സമൂഹത്തിന് ഹാജരായ അഭിഭാഷകരുടെ ചില കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്താം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
മൈ വാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.